രാവിലെ പള്ളിയിലൊക്കെ പോയി 32 വർഷം കാത്ത ദൈവത്തിന് നന്ദി പറയണ്ടേ. പോയിട്ട് തിരിച്ചു വന്നിട്ട് പത്രം എടുക്കാനായി പോയി. മലയാളിയെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ നല്ല മനുഷ്യന് പ്രണാമം. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ കിച്ചണിലേക്ക് കയറി എടുത്ത് വെച്ചിരുന്ന മീനെല്ലാം ഐസെല്ലാം പോയി. എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് തൊലിയുള്ള മീൻ എങ്ങനെ ഉരിച്ചെടുക്കുമെന്ന്. ഞാനിങ്ങനെ ഓരോ കഷ്ണം വാർന്നാണ് എടുക്കുന്നത്. മീനെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് വെച്ചു. കൂട്ടാൻ കറിയില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് പെട്ടെന്ന് പോയി എന്നാൽ പിന്നെ ഒരു മാങ്ങ പിച്ചിക്കൊണ്ടുവരാം. ഒരു മാങ്ങ ഒഴിക്കാൻ കറി വെച്ചാലോ. വീട്ടിൽ വെച്ചിട്ട് എന്തിനീ നാട്ടിൽ തേടി കിടക്കുന്നത്. വേഗം പോയി ഒരു മാങ്ങയൊക്കെ പിച്ചിക്കൊണ്ടുവന്ന് മോരുകറി വെക്കാനായിട്ട് അടുപ്പിലായിട്ട് അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേനും മീൻ വറക്കാനും അടപ്പില്ല. ടോമിൻ വന്നപ്പോൾ മുതൽ ഒരേ ചോദ്യം, വെഡിങ് ആനിവേഴ്സറി ആക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നില്ലേ എന്ന്. എന്നാൽ പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. പെട്ടെന്നൊരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി നമ്മൾ അവൻ സെറ്റപ്പിലേക്ക് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ മീൻകറിയും മീൻ വറുത്തതും എല്ലാം റെഡിയായി. അച്ചാർ തീർന്നിരിക്കാണ്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഇട്ടു. സമയം ഒന്നരയായി. ഉച്ചയൂണ് വിളമ്പി എല്ലാവരെയും വിളിച്ചു. ഊണ് കഴിച്ചെല്ലാം തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കേക്കും റെഡിയായി. കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാനുള്ള പുറപ്പാടില്ല. ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ആഡ് ചെയ്ത് ബാക്കിയുള്ള ചോക്ലേറ്റ് ഒക്കെ കേക്കിൻ്റെ പുറത്ത് ഒഴിച്ച് അല്പസ്വല്പം ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 5 മണിയായി. കേക്ക് കണ്ടപ്പോഴത്തേനും കേക്ക് കഴിക്കാൻ ധൃതിയായി. 32 വർഷം പരസ്പരം സഹിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ച്